Hello guys, welcome back to Snippets Outloud. അപ്പോൾ guys ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന HTML പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ guys നമ്മൾ ഇതിന്റെ ഒരു പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ആ പാർട്ട് 1 കാണാത്തവരൊക്കെ പാർട്ട് 1 പോയി കാണാൻ ഞാൻ ദേ മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ guys പാർട്ട് 1 കണ്ടിട്ട് മാത്രം പാർട്ട് 2 ഒന്ന് കണ്ടാൽ മതി guys. അതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ബേസിക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതോട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഫസ്റ്റ് തൊട്ട് കാണാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. അപ്പോൾ guys നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഇതേ ഐ ബട്ടണിൽ കാണുന്ന ലിങ്ക് എടുത്തിട്ട് പോയി കാണാം. അപ്പോൾ guys നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം guys. അപ്പോൾ ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോന് ശേഷം വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി പോയി, കാരണം കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യാണ് ഗൈസ്, HTML പാർട്ട് 2. അപ്പോൾ ഗൈസ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞൊക്കെ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യം ഒരു ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ക്രിയേറ്റ് ചെയ്യാണ് പറഞ്ഞത്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുത്താനുള്ള രീതിയാണ്. അതായത് നമ്മൾ ഒരു HTML ഉണ്ടാക്കുമ്പോൾ അത് ലാംഗ്വേജ് പ്രിഫർ ഇംഗ്ലീഷ് എന്നൊക്കെ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഇത് ഒറ്റ ക്ലിക്കിന് നമുക്ക് ചെയ്യാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ HTML അടിക്കാം, അതായത് ഡോക് ടൈപ്പ് അടിക്കാം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടാബ് പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് കിട്ടും. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചെയ്ത മാതിരത്തെ സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു ഡോക് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, HTML ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. HTML ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു, ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഇവിടെ നമ്മൾ ഹെഡ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബോഡി എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹെഡ് എലമെന്റിന്റെ അവിടെ നമ്മൾ ടൈറ്റിൽ എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഹലോ വേൾഡ് തന്നെ കൊടുക്കുന്നു. അടുത്ത ഹെഡ് എലമെന്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹെഡിങ് കൊടുക്കുന്നു, H1 എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുന്നു. H1 ഹെഡിങ്ങിന്റെ അവിടെ നമ്മൾ ദിസ് ഈസ് എ HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു പാരഗ്രാഫ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പാരഗ്രാഫ് എലമെന്റ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം ഹായ് ഐ ആം ബാൻ സ്ക്വാഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഒരു പാരഗ്രാഫിൽ എനിക്ക് വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈവ് സെർവർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് കിട്ടി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈറ്റിൽ ടാഗ് ഇതാ, ടൈറ്റിൽ എലമെന്റ് ഇതാ, ഇവിടെ ഇതാ ഹെഡിങ് എലമെന്റ് ഇതാ, പാരഗ്രാഫ് എലമെന്റ് ഇതാ. ഇനി ഗൈസ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാം, അതായത് ടെക്സ്റ്റിനകത്ത് എന്തൊക്കെ ചേർക്കാം, എന്തൊക്കെ ഒഴിവാക്കാം, എങ്ങനെയൊക്കെ അതിനെ മാറ്റിമറിക്കാം എന്നുള്ളതാണ് ഗൈസ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗിലെ ആദ്യത്തെ എലമെന്റ് ആണ് ബോൾഡ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാരഗ്രാഫ് എലമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പാരഗ്രാഫ് എലമെന്റിന്റെ സ്റ്റാർട്ടിംഗ് ടാഗ് ഇതാ, എൻഡിങ് ടാഗ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മളൊരു സംഭവം ഇപ്പതാ ചാനൽ നെയിം നമ്മൾ കൊടുക്കുന്നു, ബോൾഡ് ടാഗ് കൊടുക്കുന്നു, ടാഗ് ക്ലോസ് ചെയ്യുന്നു, അതിനകത്ത് ചാനലിന്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഓപ്പൺ ചെയ്യും. കണ്ടോ, ഇത് ബോൾഡ് ലെറ്റേഴ്സിൽ കിട്ടി. അപ്പൊ ഇതാണ് ബോൾഡ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ബോൾഡ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമുക്ക് ഈ ബോൾഡ് പോലെ തന്നെ സ്ട്രോങ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. സ്ട്രോങ് എന്ന് പറഞ്ഞ എലമെന്റ് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെബ് ഡോക്യുമെന്റിൽ ആ ഒരു വേർഡിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രോങ്ങിന് ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, ഒരു എൻഡിങ് ടാഗ് ഉണ്ടാവും. സെയിം ആയിരിക്കും നമുക്ക് കിട്ടുക, പക്ഷെ അത് വെബ് ഡോക്യുമെന്റ് ആയിട്ട് റീഡ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ബോൾഡും സ്ട്രോങ്ങും സെയിം ആണ്, ബട്ട് രണ്ടും മീനിങ് വ്യത്യാസമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വൈസ് ആയിട്ട് ബോൾഡ് ആയിട്ട് കാണാനാണ് ഏത് ബോൾഡ് എന്ന് പറഞ്ഞ ബി എലമെന്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സ്ട്രോങ് എന്ന് പറഞ്ഞ എലമെന്റ് വെബ് ഡോക്യുമെന്റിൽ ആ വേർഡിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന്റെ അടുത്ത സംഭവമാണ് സൂപ്പർ സ്ക്രിപ്റ്റും അതേപോലെ തന്നെ സബ്സ്ക്രിപ്റ്റും. സംഭവം സിമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോൾ റേസ് ടു എന്നൊക്കെ എഴുതുന്നത്, അതായത് എക്സ്പോണൻഷ്യൽ പവർ റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കെമിക്കൽ നെയിം എഴുതുമ്പോൾ ഇപ്പൊ H2O എന്നൊക്കെ എഴുതുകയാണെങ്കിൽ അതിനകത്ത് 2 താഴെ വരുന്നതല്ലേ, അപ്പൊ അതിനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എലമെന്റ് യൂസ് ചെയ്യുന്നു, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ ഒരു എലമെന്റ് യൂസ് ചെയ്യുന്നു. അത് ഒരു എലമെന്റ് ആണ് ഇത്. സൂപ്പർ സ്ക്രിപ്റ്റിന്റെ എലമെന്റും സബ്സ്ക്രിപ്റ്റിന്റെ എലമെന്റ് സബും. ഓക്കെ, അപ്പോൾ വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാൻ അവിടെ ഒരു പാരഗ്രാഫ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പാരഗ്രാഫ് എലമെന്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് റേസ് ടു 2. നമ്മൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ, പക്ഷെ ഇത് നമുക്ക് മുകളിൽ വരുത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എക്സ് കഴിഞ്ഞിട്ട് ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ടാഗിനകത്ത് എന്ത് ചെയ്യുന്നു, സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ടാഗ് യൂസ് ചെയ്യുന്നു, ടാഗ് എൻഡ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ആഡ് ചെയ്യുന്നു. സിമ്പിൾ. ഇനി നമ്മൾ ലൈവ് സെർവർ എടുക്കുന്നു, റിഫ്രഷ് ചെയ്യുന്നു, ഇതേ കണ്ട, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി അടുത്ത ലൈനിൽ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് ജസ്റ്റ്. ഇനി പകരം നമ്മൾ സുപ്പ് മാറ്റിയിട്ട് സബ് ആക്കുക. ഓക്കെ, സബ്സ്ക്രിപ്റ്റ് ആക്കി. ഇനി നമുക്ക് ഇവിടെ H ആക്കാം. ഇത് കഴിഞ്ഞ് O ആഡ് ചെയ്യാം.
ഓക്കെ, ഇനി ലൈവ് സെർവർ എടുക്കുന്നു, റിഫ്രഷ് ചെയ്യുന്നു, H2O. അപ്പൊ ഇതാണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഒരു വേർഡ് എങ്ങനെ ക്രോസ് ചെയ്യാം, ഒരു വേർഡ് എങ്ങനെ അണ്ടർലൈൻ ചെയ്യാം, ഒരു വേർഡ് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, ഇത് മൂന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളൊരു പാരഗ്രാഫ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അത് സ്റ്റാർട്ടിങ് വെൻഡിങ്ങും ചെയ്യുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്യാൻ പോവാണ്. അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുക, INS. അത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിനകത്ത് ഒരു വേർഡ് ആഡ് ചെയ്യുന്നു, ഹായ്. ഓക്കെ, ഇനി നമ്മളിത് സേവ് ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് നോക്കാം. ഓക്കെ, എല്ലാം കൂടെ ചെയ്തിട്ട് നോക്കാം, അതല്ലേ എളുപ്പം. ഇനി നമുക്ക് അടുത്ത ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. പാരഗ്രാഫ് എലമെന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് എന്ന് പറഞ്ഞ എലമെന്റ് യൂസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് യൂസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് 3 തരത്തിൽ ഹായ് ഉണ്ട്. ഒരു ഹായ് അണ്ടർലൈൻ ചെയ്ത് വരുന്നു, ഒരു ഹായ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നു, ഒരു ഹായ് ക്രോസ് ആയിട്ട് വരുന്നു. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ടാവും മിക്കവാറും. റിമൂവൽ ഓഫ് ദ ഡോക്യുമെന്റ്, വെബ് ഡോക്യുമെന്റിന് ആ വേർഡ് റിമൂവ് ചെയ്താണ് അത് റെഫർ ചെയ്യുന്നത്. അതായത് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് കാണാം, പക്ഷെ അതിന്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ വെബ് ഡോക്യുമെന്റിന് ആ വേർഡ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ, വെബ് ഡോക്യുമെന്റിന് ആ വേർഡ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഇത് നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുന്നു. ഹായ് അണ്ടർലൈൻ ചെയ്ത് തന്നു, ഹായ് ഹൈലൈറ്റ് ചെയ്ത് തന്നു, ഹായ് ക്രോസ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവമുള്ളത്. അപ്പൊ അടുത്തതാണ് ഇറ്റാലിക്സും അതേപോലെ തന്നെ എംഫസിസും. ഓക്കെ, രണ്ടും നേരത്തെ നമ്മൾ ബോൾഡും സ്ട്രോങ്ങും പറഞ്ഞ പോലെ സിമിലർ ആണ്. ബട്ട് വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്, നേരത്തെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അതായത് വ്യത്യാസം എന്താ കാണിച്ചു തരാം. ഇപ്പൊ ഹായ് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് എന്ത് ചെയ്യണം, ഇറ്റാലിക്സിൽ എഴുതണം. ഇറ്റാലിക്സിൽ എഴുതുമ്പോൾ ഇവിടെ I എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നു, ഇവിടെയും I യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇത് ഇറ്റാലിക്കിൽ കിട്ടും. സോറി, I എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് ടാഗ് യൂസ് ചെയ്യുന്നു, I എന്ന് പറഞ്ഞ എൻഡ് ചെയ്യുന്നു. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ ഹലോ എന്ന് കൊടുക്കും. ഓക്കെ, സേവ് ചെയ്യുന്നു, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുന്നു. കണ്ടോ, ഇറ്റാലിക്സിൽ കിട്ടി. ഇനി അടുത്തായിട്ട് എംഫസിസ് എലമെന്റ് ആണ്. പാരഗ്രാഫ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻസേർട്ടിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എംഫസിസ് യൂസ് ചെയ്യുന്നു, EM എലമെന്റ് ഇവിടെ യൂസ് ചെയ്യുന്നു. കണ്ടോ, ബോത്ത് ലുക്ക് സിമിലർ, രണ്ടും ഒരേപോലെ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഹലോ ആക്കിയിട്ട് നോക്കാം. കണ്ടോ, രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. ബട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്ത I എന്ന് പറഞ്ഞ എലമെന്റും ഇതിന് യൂസ് ചെയ്ത EM എന്ന് പറഞ്ഞ എംഫസിസ് എലമെന്റും ആണ്. ഇത് പ്രത്യേകം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ സ്ട്രോങ് എന്ന് പറഞ്ഞ യൂസ് ചെയ്തു, അതേപോലെ തന്നെ ബോൾഡ് എന്ന് പറഞ്ഞ ബിയും യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടും കിട്ടിയ നമുക്ക് കാണുമ്പോൾ ഒരേ റിസൾട്ടാണ് കിട്ടിയത്. ബട്ട് വെബ് ഡോക്യുമെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് എന്ന് പറഞ്ഞതിന് എന്ത് കൂടുതലാണ്, സ്ട്രെസ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത് നോർമൽ ഒരു വേർഡ് പോലെ അതിന്റെ സ്റ്റൈൽ മാറ്റിയിട്ടായിരിക്കും. പക്ഷെ ഈ എംഫസിസ് എന്ന് പറഞ്ഞ എലമെന്റ് യൂസ് ചെയ്ത് ഹലോ എഴുതി കഴിഞ്ഞാൽ അതിനൊരു സ്ട്രെസ്, അതിനൊരു ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ പറ്റിയുള്ളത്. അപ്പൊ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.